ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മിഷൻ CGL 2024 പ്ലേലിസ്റ്റിൽ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ റേഷ്യോ പ്രപ്പോർഷൻ്റെ CGL ലെവലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്ററിൻ്റെയും ഇതുപോലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഒരു ആഴ്ചയിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും ക്ലാസ്സുകൾ തരാൻ. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ചോദിച്ച CGL ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു പോവാം. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പ് ഉള്ള നമ്മുടെ പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ CGL 2024 മിഷൻ CGL, അപ്പോൾ ഇത് നിങ്ങൾക്ക് CHSL യൂസ് ചെയ്യാം, MTS യൂസ് ചെയ്യാം. CGL 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ മസ്റ്റായിട്ട് കാണുക. നമ്മുടെ ചാനലിലെ ഹോം പേജ് എടുത്തിട്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം മുതലുള്ള മാത്സിൻ്റെ 17ാമത്തെ ക്ലാസ് എന്തോ ആണ്. അപ്പോൾ ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ, അതിൽ ബേസിക് ലെവലിലുള്ള ക്ലാസ്സുകളും എല്ലാ ക്ലാസ്സുകളും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് കാണുക. പിന്നെ ഇന്ന് മുതൽ നമ്മൾ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള CGL ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇത്, ഞാൻ ഉറപ്പ് തരാം. എൻ്റെ പ്രീവിയസ് ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്ന മെത്തേഡും നമ്മളുടെ കാൽക്കുലേഷൻ ചെയ്യുന്നതായാലും എല്ലാം വ്യത്യസ്തമാണ്. ബാക്കിയുള്ളൊരു ക്ലാസ് എടുക്കുന്നതൊന്നും അല്ലെങ്കിൽ X Y ആയിട്ടുള്ള സൊല്യൂഷൻ ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത്, പെൻ ഫ്രീ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് പെൻ ഫ്രീ ആയിട്ട് ബാക്കിയുള്ളവരെക്കായും വളരെ കുറഞ്ഞ സമയത്ത് എക്സാം കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് ജോലി വാങ്ങാം, അങ്ങനെയുള്ള ടൈപ്പ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും മാക്സിമം ഇത് ആദ്യം മുതൽ അവസാനം വരെ കാണും. അങ്ങനെ കാണുന്നവർക്ക് മാത്രമേ അതിലൊരു യൂസ് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ദിശ ഓൺലൈൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എല്ലാ SSC RRB എക്സാംസിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, ലൈവ് റെക്കോർഡ് എല്ലാം, മെൻറ്ററിങ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ക്വാളിറ്റി, നമ്മുടെ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയേക്കായും കൂടി നിൽക്കുന്ന ക്വാളിറ്റി ആയിരിക്കും ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എടുത്ത് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇത് ഓഫ്ലൈൻ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ബാക്കി നോക്കാം. ഓക്കെ, the ratio of two numbers a and b is 5:8. If 5 is added to each of a and b, then the ratio of a and b becomes 2:3. The sum of a and b. ഇപ്പോൾ സം ഓഫ് എ ആൻഡ് ബി എന്ന് ചോദിക്കുമ്പോൾ തന്നെ എന്താണ്, 5, 8, 13. അപ്പോൾ നിങ്ങൾക്ക് റേഷ്യോയുടെ ബേസിക് ക്ലാസ് നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ റേഷ്യോയുടെ ബേസിക് ക്ലാസ് ഇതിൻ്റെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. റേഷ്യോ പ്രപ്പോർഷൻ്റെ ബേസിക് ക്ലാസ് ഈ പ്ലേലിസ്റ്റിലുണ്ട്, അതേപോലെ അല്ലാതെയും ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ റേഷ്യോ ഓഫ് ടു നമ്പേഴ്സ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, A 5 യൂണിറ്റ് ആണെങ്കിൽ B 8 യൂണിറ്റ് ആണ്. അപ്പോൾ ഈ യൂണിറ്റ് എന്താണ് പറയുന്നതൊക്കെ ബേസിക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇവരുടെ സം എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാണ്, 13 യൂണിറ്റ്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എക്സ് കൊടുക്കുന്ന ആ ഒരു വാല്യൂ ആണ്. അപ്പോൾ 13 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും, 13ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതായിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ ഇതും ഈ സം ഓഫ് എ ആൻഡ് ബി ഇതും ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരേണ്ടത്. അപ്പോൾ 13 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 13ന്റെ മൾട്ടിപ്പിൾ, ആൻസർ 13ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെ ഉണ്ട്, സിയും ഡിയും ഉണ്ട്. ഒരു ആൻസർ 13 മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, അത് മാർക്ക് ചെയ്യായിരുന്നു. ഓക്കെ, കാര്യം ഇൻഡിജർ നമ്പേഴ്സ് ആയതുകൊണ്ട്. ഓക്കെ, എല്ലാം ഇൻഡിജർ നമ്പേഴ്സാണ്, 5ഉം ഇൻഡിജർ നമ്പേഴ്സ്. അപ്പം ഒന്നെങ്കിൽ സി അല്ലെങ്കിൽ ഡി. അപ്പം എയും അല്ല ബിയും എന്താണ്, ബിയും 78 മൾട്ടിപ്പിൾ ആണ്. അപ്പം എ അല്ല, ഓപ്ഷൻ എ അല്ല 13ന്റെ മൾട്ടിപ്പിൾ അല്ല, ബാക്കി 3 എന്ത് വരാം. അപ്പം നമുക്ക് അത് പറ്റത്തില്ല. ഈ 5 ഈസ് ആഡഡ് ടു ഈച്ച് ഓഫ് എ ആൻഡ് ബി. അപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ എന്താണ് വ്യത്യാസം അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. 5 എന്ന് പറയുന്ന സെയിം നമ്പറാണ് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു നമ്പറിൻ്റെ കൂടെ, ഇപ്പം ഞാനിത് കുറേ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇപ്പം 6 എന്നും 10 എന്ന് പറയുന്ന 2 നമ്പർ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യണം, 4 ആഡ് ചെയ്യണം. ഇവിടെ 4 ആഡ് ചെയ്യുന്നു, ഇവിടെ 4 ആഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഇവരുടെ ഡിഫറൻസ് എത്രയായിരുന്നു, 4 ആയിരുന്നു. 4 ആഡ് ചെയ്തപ്പോൾ എന്തായി, ഇത് 10 ആയി, ഇത് 14 ആയി. ഇപ്പോഴും ഇവരുടെ ഡിഫറൻസ് എത്രയാണ്, 4 എണ്ണമാണ് അല്ലേ. 14ന്റെ 10ന്റെ ഡിഫറൻസ് വ്യത്യാസം 4 അല്ലേ, 10ന്റെ 6ന്റെ വ്യത്യാസം 4 അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഒരേ നമ്പറാണ്, 2 നമ്പറിൻ്റെ കൂടെ ഒരേ നമ്പറാണ് കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുന്നെങ്കിൽ സെയിം നമ്പർ, ഇവിടെ 5 ആണ് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പം അടുത്തൊരു വേറെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ 5 ഒരു സ്ഥലത്ത് കൂട്ടും, മറ്റേ സ്ഥലത്ത് നിന്ന് 6 കുറയ്ക്കും. അവിടെയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ച് വേഗത ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 5 ഈസ് ആഡഡ് ടു ഈച്ച് ഓഫ് എ ആൻഡ് ബി. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് ഞാൻ എന്ത് ചെയ്യാം, ആദ്യം സെക്കൻഡ് എടുക്കുമ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് പറയാം, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ പ്രീവിയസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഓക്കെ, അതുപോലെ ചെയ്യാം. നമ്മൾ CGLന്റെ ക്രാഷ് കോഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ, CGL 2023 ക്രാഷ് കോഴ്സിൻ്റെ വീഡിയോ പ്ലേലിസ്റ്റിലുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്പീഡിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തത്, എത്ര അടിപൊളിയായിട്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 5 ഈസ് ആഡഡ് ടു, അപ്പോൾ സെയിം നമ്പർ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഡിഫറൻസ് ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ 5:8 കിടന്ന റേഷ്യോ ഇപ്പോൾ എന്തായെന്നാ പറയുന്നത്, ഫൈനൽ റേഷ്യോ 2:3 ആയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് പറയുന്നത് 5 ആണ് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. ഒറിജിനൽ ആയിട്ടുള്ള നമ്പറാണ് 5,
എന്ന് പറഞ്ഞാൽ എന്താ റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള വെട്ടിക്കളഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ റേഷ്യോയുടെ ബേസിക് ക്ലാസ് കണ്ടാൽ അത് എന്ത് ചെയ്യും, എന്താണ് റേഷ്യോ എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇവരുടെ ഡിഫറൻസ് എത്ര ആയിരിക്കണം, സെയിം ആയിരിക്കണം. എന്തുകൊണ്ടാണ് ഡിഫറൻസ് സെയിം ആയിരിക്കേണ്ടത്, എന്തുകൊണ്ടാണ് സെയിം നമ്പർ ആഡ് ചെയ്യുന്നത്, 5 ആണ് രണ്ടിടത്തും എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എത്ര വരുന്നത്, 5ൻ്റെയും 8ൻ്റെയും ഡിഫറൻസ് 3 ഡിഫറൻസ്. ഇവിടുത്തെ ഡിഫറൻസ് എത്ര വരുന്നത്, 1 ഡിഫറൻസ്. അപ്പോൾ ഡിഫറൻസ് എന്ത് ചെയ്യണം, നമ്മൾ സെയിം ആക്കണം. ഡിഫറൻസ് സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ 1നെ 3നെ സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ 3 കൊണ്ട് ഗുണിക്കണം. 3 കൊണ്ട് ഗുണിച്ചാൽ എന്താവും, ഇത് പുതിയ റേഷ്യോ, നമ്മൾ എടുക്കേണ്ട റേഷ്യോ ഏതാണ്, ആദ്യം 5:8 കിടന്നത്, ഇപ്പോൾ എന്തായത് 6:9. അതിന് 3 3 റേഷ്യോയെ ഒരു സ്ഥലത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് സ്ഥലത്ത് എന്ത് ചെയ്യണം, ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടിടത്ത് മൾട്ടിപ്ലൈ ചെയ്യണം, എങ്കിലേ റേഷ്യോ ചേഞ്ച് ചെയ്യാതിരിക്കും. അപ്പോൾ ഇവിടെ എത്രയാണ് ഡിഫറൻസ്, ഇപ്പം ഇവിടെ 3 ഡിഫറൻസ്, ഇവിടെ ഡിഫറൻസ് ആയി 3. നമ്മുടെ കണ്ടീഷൻ എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു. അപ്പം അങ്ങനെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞ കാര്യത്തിലോട്ട് പോകാം. അല്ലാതെ ഡയറക്റ്റ് ഇവിടെ 5 2 കൂട്ടുമല്ല, ഒന്നും കൂടുമല്ല, കുറയുവാണ്. അപ്പോൾ ഇവിടെ നോക്കി, 5 നിന്ന് 6 ആകാൻ വേണ്ടി എത്ര ചെയ്തു, 1 യൂണിറ്റ് കൂടി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിന്റെ യൂണിറ്റിനെ സെയിം ആക്കി. ഇവിടെ 5x എന്ന് പറഞ്ഞാൽ ഇവിടെ 6x ആണ്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. 5x എന്ന് പറഞ്ഞാൽ ഇവിടെ 2y ആണ്, 2y 3y ആണ്. ഇത് 5x 8x ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെയിം ആക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തപ്പോൾ എന്തായി, യൂണിറ്റ് സെയിം ആണ്. ഇതൊക്കെ ബേസിക് ക്ലാസ്സിലുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ഒരാൾക്ക് ഇത് എത്ര സ്പീഡ് ചെയ്യാമെന്ന് ഞാൻ അടുത്ത ദിവസം തൊട്ട് ആദ്യം ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ 5 ആറാൻ വേണ്ടി എത്ര യൂണിറ്റാണ് കൂടിയത്, 1 യൂണിറ്റാണ് കൂടിയത്. അപ്പോൾ ഈ 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്, എത്ര കൂടിയത്, 5. ഒറിജിനൽ വാല്യൂ ആണ് 5 തന്നിരിക്കുന്നത്. സം ഓഫ് a+b എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാണ്, 5 8 13 യൂണിറ്റിന്റെ വാല്യൂ ആണ് എടുത്തത്. 1 യൂണിറ്റ് 5 ആണെങ്കിൽ 13 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 13 5 65, ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്ന ആൾക്കാർ മറ്റേ ബുക്കിൽ ചെയ്യുന്ന മെത്തേഡിൽ ചെയ്യുന്ന, ബുക്കിലെ എക്സും വൈയും ചെയ്യുന്ന മെത്തേഡിൽ നിന്നും ഒരുപടി മേളിൽ നിൽക്കുന്നവർ, നിങ്ങൾ അതിനേക്കാളും എന്ത് ചെയ്യണം, സ്പീഡിൽ ചെയ്യണം. അപ്പോൾ അതിനേക്കാളും സ്പീഡിൽ ചെയ്യുമ്പോൾ എന്താ നമ്മൾ വേണ്ടുന്നത്, എന്താ ചെയ്യേണ്ടത് നോക്ക്. ഇവിടെ എയും ബിയും റേഷ്യോ 5:8 ആണ്. 5:8 ആണ്. അപ്പോൾ അതായത് ഒരു 13ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നു കിടന്നത്. അപ്പോൾ 13 മൾട്ടിപ്പിളിൻ്റെ കൂടെ 13 മൾട്ടിപ്പിൾ 13x എന്ന് കൊടുത്തു. 13 മൾട്ടിപ്പിൾ 13 ഇൻറ്റു എത്ര ആയിക്കോട്ടെ, 13 മൾട്ടിപ്പിൾ. അതിൻ്റെ കൂടെ 5 ഈസ് ആഡഡ് ടു. അപ്പോൾ ഇതാണ് പ്രോ ലെവൽ സൊല്യൂഷൻ. പ്രോ ലെവൽ നിങ്ങൾ ചെയ്യേണ്ട സൊല്യൂഷൻ എന്തായിരിക്കണം, ഇതായിരിക്കണം. ഈ കാര്യങ്ങൾ മനസ്സിലാണ് വേണ്ടത്. ഓക്കെ, പ്രോ ലെവൽ സൊല്യൂഷൻ ആണ് പെൻ ഫ്രീ സൊല്യൂഷൻ. എന്താണെന്ന് നോക്കേ, പെൻ ഫ്രീ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കേ. ഓക്കെ, ഇത് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടത്തില്ല, ഞാൻ പറയാം. ഓക്കെ, 5ഉം 8ഉം ആണ്. അപ്പോൾ 13ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നു കിടന്നത്. എന്ത് ചെയ്തു, 5 ആഡ് ചെയ്തു. ഈച്ച് ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എയിലും 5 ആഡ് ചെയ്തു, ബിയിലും 5 ആഡ് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ എത്ര കൂടി, ടോട്ടൽ ആ സമ്മിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും 10 കൂടി. അപ്പോൾ ഈ 13ന്റെ മൾട്ടിപ്പിളിലൂടെ 10 കൂടിയിട്ടാണ് എന്ത് വരുന്നത് നമുക്ക്. ഓക്കെ, 13 മൾട്ടിപ്പിളിന്റെ 10 കൂടിയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, പുതിയ റേഷ്യോ 2:5 2:3 ആയത്. ഓക്കെ, 2:3 ആയത്. 2:3 എന്ന് പറഞ്ഞാൽ എന്താ, 2:3 എന്ന് പറഞ്ഞാൽ എന്താ, 5ന്റെ മൾട്ടിപ്പിൾ. അതായത് 13x 13ന്റെ മൾട്ടിപ്പിളിലൂടെ നമ്മൾ 10 കൂടിയപ്പോൾ ആ റേഷ്യോ എന്തായി, 2:3. അതായത് a:b എന്തായി, 2:3 എന്ന് പറഞ്ഞാൽ 5. 2:2 3 2 കൂടുമ്പോൾ 5. 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഈ 13ന്റെ മൾട്ടിപ്പിൾ ആണ് കിടക്കുന്നത്. പക്ഷേ ഓപ്ഷനകത്ത് 3 13ന്റെ മൾട്ടിപ്പിൾ ഉണ്ട്. അപ്പം എന്തിൽ നിന്നാണോ 10 കുറയ്ക്കുന്നത്, അല്ലേ, ഈ കിടക്കുന്ന എന്തിൽ നിന്നാണോ 10 കുറയ്ക്കുന്നത് അല്ലെങ്കിൽ എന്തിൻ്റെ കൂടെയാണോ 10 കൂട്ടുന്നത്, നമുക്ക് സമ്മല്ലേ, നമുക്ക് ഇനിഷ്യൽ സമ്മല്ലേ വേണ്ടത്. അപ്പോൾ ഇനിഷ്യൽ സമ്മിലൂടെ 13ന്റെ മൾട്ടിപ്പിളിലൂടെ 10 കൂട്ടിയപ്പോൾ നമുക്ക് എത്രൻ്റെ മൾട്ടിപ്പിൾ വേണം, 5ന്റെ മൾട്ടിപ്പിൾ വേണം. മനസ്സിലായോ എന്തുകൊണ്ട് 5ന്റെ മൾട്ടിപ്പിൾ വരുന്നത്? ഇനിഷ്യലി 8 5 13 ഉണ്ടായിരുന്നു, 13ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നു വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 5 5 വെച്ച് കൂട്ടി രണ്ടിടത്ത്. ഇപ്പോൾ ടോട്ടൽ 10 കൂടി. അപ്പോൾ 10 കൂട്ടുമ്പോൾ 10 കൂടി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ, ഇനിഷ്യൽ വാല്യൂ നമുക്ക് കിടക്കുന്നത് ആൻസർ, ഇനിഷ്യൽ a+b. ഇതിൻ്റെ കൂടെ 10 കൂടുമ്പോൾ നമുക്ക് എന്ത് വരണം, എത്ര മൾട്ടിപ്പിൾ വരണം, 2 3 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 5ന്റെ മൾട്ടിപ്പിൾ. ഇതിൻ്റെ കൂടെ 10 കൂടുമ്പോൾ 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നോക്കേ, ഇതിൻ്റെ കൂടെ 10 കൂടുമ്പോൾ ഇതെന്തായാലും അല്ല, 42 അല്ല, 13 മൾട്ടിപ്പിൾ അല്ല. ഇതിൻ്റെ കൂടെ 10 കൂടുമ്പോൾ എത്ര വരുന്നത്, 78 10 88. 88 5ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 65 10 കൂടുമ്പോൾ എത്ര വരുന്നത്, 75. 5ന്റെ മൾട്ടിപ്പിൾ ആണോ? അതെ. അവിടെ ഹോൾഡ് ചെയ്യട്ടെ. 91 10 കൂടുമ്പോൾ എത്ര വരുന്നത്, 101. 5ന്റെ മൾട്ടിപ്പിൾ ആണോ? അപ്പോൾ ഏതുണ്ട് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. നമ്മൾ 10 കൂട്ടുമ്പോൾ എത്ര മൾട്ടിപ്പിൾ വരുന്നത്, 5ന്റെ മൾട്ടിപ്പിൾ വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പെൻ ഫ്രീ സൊല്യൂഷൻ. നിങ്ങൾക്ക് മറ്റേ രീതിയിലും ചെയ്യാം, പക്ഷേ ഇത് പെൻ ഫ്രീ അല്ല. സെയിം ഡിഫറൻസ് സെയിം ആകുന്നത് പെൻ ഫ്രീ അല്ല. ഇതാണ് പ്രോ ലെവൽ സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ തന്നെ വരണം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനുള്ള ഏറ്റവും എളുപ്പവഴി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എളുപ്പമാവുന്ന എപ്പോഴാണ്, നിങ്ങളത് ഏറ്റവും കുറച്ച് സമയത്ത് ചെയ്യുന്നതാണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കാണും, ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണും ആൾക്കാർ 2-3 സെക്കൻഡിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ഈ ഒരു ടൈപ്പ് ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. 5:8 ആയിരുന്നു. അപ്പോൾ ഇത് ഒരു വട്ടം ചെയ്ത ഒരാൾക്ക് എന്ത് ചെയ്യും, അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അത് റീകോൾ ചെയ്യാൻ പറ്റും. അതാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സൊല്യൂഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് ചെറിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പുതുതായിട്ട് പഠിക്കാനുണ്ട്. ഇതിപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്ന ആളായാലും കുറച്ച് പഠിച്ച് ഇരിക്കുന്നവരായാലും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. ഓക്കെ, സീരിയൽ നമ്പർ നോക്കണ്ട. Adul purchased bread costing ₹20. 20 രൂപയാണ് ബ്രെഡിന്, and gave 100 rupees note to the shopkeeper. The shopkeeper gave the balance money
in coins of denomination rupees 2, 5 and 10. If these coins are in the ratio 5:4:1, then how many rupees 5 rupee coins did the shopkeeper give? അപ്പോൾ എത്ര 5 rupees എന്ത് ചെയ്യും കൊടുത്തു? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം? ഓക്കെ, ഞാനിത് പേന എടുക്കാതെ പറഞ്ഞുതരാം. 20 രൂപയാണ് ബ്രെഡിന്റെ വില, 100 രൂപ കൊടുത്തു, തിരിച്ചവന് 80 രൂപ കിട്ടണം. അതിനകത്ത് അല്ലേ 80 രൂപ തിരിച്ച് കിട്ടണം, 100 രൂപ കൊടുത്തു, 20 രൂപ ആയുള്ളൂ. ഇതാണ് കൊടുത്തത്. ഇഫ് ദ കോയിൻസ് ആർ ദ റേഷ്യോ 5:4:1, അതായത് 2ന്റെ 5 നോട്ട്, 2 5 10, 5ന്റെ 4 നോട്ട്, എത്ര 5 4 20, 10ന്റെ ഒരു നോട്ട് 10 എന്ന് പറഞ്ഞാൽ എത്ര എടുത്തോളൂ? 40 എടുത്തോളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വാല്യൂ കൊടുക്കും 5:4:1 കൊടുക്കുമ്പോൾ 5:4:1 കൊടുക്കുമ്പോൾ എത്ര രൂപ ആവത്തുള്ളൂ? 2 രൂപയുടെ 5 എണ്ണവും 5 രൂപയുടെ 4 എണ്ണവും 10 രൂപയുടെ ഒരെണ്ണം ആണെങ്കിൽ 40 ആവത്തുള്ളൂ. നമുക്ക് എത്ര രൂപ വേണ്ടുന്നത്? 80 വേണ്ടത്. അതായത് ഈ റേഷ്യോ എല്ലാം എന്ത് ചെയ്യണം? 40 നമുക്ക് എന്താ വേണ്ടത്? ഇൻറ്റു 2 വേണ്ടത്, 80 വേണ്ടത്. അപ്പോൾ ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാത്തിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായിരിക്കും ഒറിജിനൽ വാല്യൂ. 2ന്റെ 10 നോട്ട്, 5ന്റെ എത്ര നോട്ട്? 8 നോട്ട്. എല്ലാത്തിനും എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ 4 ഗുണം എത്രയാണ്? 2, 8 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇതിനകത്ത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. എന്ത് ചെയ്യാൻ പേന എടുക്കാതെ ചെയ്യുന്ന ക്വസ്റ്റൻ. 80 രൂപ വേണം. റേഷ്യോയിൽ നമുക്ക് വാല്യൂ വരുന്നത് എത്ര? 2 ഗുണം 5, 2 രൂപയുടെ 5 എണ്ണം എന്ന് വെച്ചാൽ 5 2 10 രൂപ. 5 രൂപയുടെ 4 നോട്ട് എന്ന് പറഞ്ഞാൽ ഇത് നമ്പറാണ്, കോയിൻസിന്റെ നമ്പറിന്റെ റേഷ്യോ ആണ്. 5 രൂപയുടെ 4 എന്ന് പറഞ്ഞാൽ 20 രൂപ. 10 രൂപയുടെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 10 രൂപ. എല്ലാം കൂടി കൂടുമ്പോൾ 40 ആണ് വരുന്നത്. 40ന്റെ ഒറിജിനൽ വാല്യൂ ആണ് നിൽക്കുന്നത് 80. നമുക്ക് എത്രന്റെ വാല്യൂ വേണ്ടുന്നത്? 4ന്റെ വാല്യൂ. 4ആണ് നമ്മുടെ കോയിന്റെ റേഷ്യോ. ഇപ്പൊ എത്ര കിട്ടും? 2 ഗുണം 4 8 എന്ന ആൻസർ കിട്ടും. ഇതിനെന്ത് വേണ്ട? ഇതിനും പേന വേണ്ട. ഓക്കെ, 2 ക്വസ്റ്റൻ ഒക്കെ വന്നാൽ എന്ത് ചെയ്യണം? ചെയ്യുന്നത് CGL ക്വസ്റ്റൻ ആണ്. ഓക്കെ, നമ്മൾ CGL ലെവൽ ക്വസ്റ്റൻ ആയിരിക്കും ചെയ്യുന്നത്. അതെല്ലാ എക്സാംസിനും എന്താണ്? യൂസ്ഫുൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ. ദ റേഷ്യോ ഓഫ് ദ പെർസെൻറ്റേജ് ഓഫ് എ മദർ ടു ദാറ്റ് ഓഫ് എ ഡോട്ടർ തന്നിട്ടുണ്ട് 7:1. ഇവിടെ ഏജസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ക്വസ്റ്റൻ. ഓക്കെ, ആഫ്റ്റർ 5 years the ratio will become 4:1. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ പെർസെൻറ്റേജസ്? പെർസെൻറ്റേജിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 7 1 ആണ്. ഇപ്പോൾ ഡിഫറൻസ് 6 യൂണിറ്റ് ആണ്. 6 യൂണിറ്റ് സാധാരണയായിട്ട് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരല്ല, ഫ്രാക്ഷൻ വരല്ല. ഒട്ടും സമയം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. 6ന്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഇത് കിട്ടും നമുക്ക്. ഓപ്ഷൻ എ ഡിവൈഡഡ് ബൈ 6. 6ന്റെ മൾട്ടിപ്പിൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ തന്നെ ആയിരിക്കും. റയറസ്റ്റ് കേസിൽ നമുക്ക് എന്ത് വരത്തുള്ളൂ? ആ എക്സിന്റെ വാല്യൂ ചേഞ്ച് വരത്തുള്ളൂ. നമുക്ക് നോക്കാം. അല്ലാതെ ഇനി ഡീറ്റെയിൽ മെത്തേഡ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് റേഷ്യോ എന്തായിരുന്നു? മദറിന്റെ ഡോട്ടറിന്റെ 7:1 ആയിരുന്നു. ഇത് മദറും ഡോട്ടറും. ഏജിന്റെ കൺസെപ്റ്റ് എന്താ? എത്ര വർഷം കഴിഞ്ഞാലും 2 ആൾക്കാരുടെ ഏജുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഏജിന്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എത്ര വരുന്നത്? 7ന്റെ 1ന്റെ 7 യൂണിറ്റ് 1 യൂണിറ്റ് 6 യൂണിറ്റ് ആണ്. ഓക്കെ, 6 യൂണിറ്റ് ആണ്. നമ്മൾ ഒറിജിനൽ വാല്യൂ അല്ല, 7 വയസ്സ് 1 വയസ്സ് എന്നല്ല പറഞ്ഞത്. 7 ആണെങ്കിൽ 1 ആണ് ഡോട്ടറിന്റെ. ആഫ്റ്റർ 5 years റേഷ്യോ എത്രയായി? 4:1. അപ്പോൾ ആഫ്റ്റർ 5 years ആയിക്കോട്ടെ 10 years ആയിക്കോട്ടെ റേഷ്യോന്റെ ഡിഫറൻസ് എന്താ വരത്തുള്ളൂ? സെയിമേ വരാം. അപ്പോൾ ഇവിടെ എന്താ വന്നത്? ഇവിടെ 6 വന്നു, ഇവിടെ ഡിഫറൻസ് 3 വന്നു. അത് പറ്റുമോ? ഇല്ല. രണ്ടിടത്ത് എന്ത് വേണം? റേഷ്യോയുടെ ഡിഫറൻസ് സെയിം വേണം. അപ്പോൾ സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇവിടെ 6 ആയി, ഇവിടെ 3 ഉള്ളൂ. 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പുതിയ റേഷ്യോ എന്തായി? മദറിന്റെ 7:1 ആയിരുന്നെങ്കിൽ ഇവിടെ എന്തായി? 4 2 8:2 ആയി. അപ്പോൾ ഇവിടെയും ഡിഫറൻസ് 6 ആയി, ഇവിടെയും ഡിഫറൻസ് 6 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. കാര്യം ഇവിടുത്തെ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്തായി? സെയിം ആയി. ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്നുള്ള വീഡിയോ കാണുക. എന്നിട്ട് ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്തോളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാൽക്കുലേഷൻ സ്പീഡിൽ ചെയ്യാൻ പറ്റൂ. ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്? അത് ചെയ്യുന്നുണ്ട്. അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളുടെ നഷ്ടമാണ്. അങ്ങനെ തന്നെ മനസ്സിലാക്കിയോളൂ. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് സെയിം ആക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 7 യൂണിറ്റ് ഉണ്ടായിരുന്നു, 8 യൂണിറ്റ് ആയി. 1 യൂണിറ്റ് ഉണ്ടായിരുന്നു, 2 യൂണിറ്റ് ആയി. എന്തുകൊണ്ടും ചെയ്യാം. അപ്പോൾ 1 യൂണിറ്റ് ആണ് കൂടിയത്. അപ്പോൾ ഈ 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എത്ര? 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് ആഫ്റ്റർ 5 years. അതായത് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 5 years ആണ്. 5 years ആണ്. ഇത് പ്രസന്റ്. ഓക്കെ, പ്രസന്റ് ആണ്. ഏജിന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, റേഷ്യോയുടെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രസന്റ് ആണ്. അപ്പോൾ 1ന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എത്ര? 5 years. 1ന്റെ വാല്യൂ ആണ് 5 years. നമുക്ക് എന്താ വരുന്നത്? വാട്ട് ഈസ് എ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാണ്? 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് 5 years. എത്ര യൂണിറ്റ് ആണ്? 6 യൂണിറ്റ് ആണ് ഡിഫറൻസ്. 6 ഗുണം 5 30 years. ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ എടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടൈപ്പ് ക്വസ്റ്റൻസ് ചെയ്യാൻ പറ്റും. പേന എടുക്കാതെ ചെയ്യായിരുന്നു. ഓപ്ഷൻ എ തന്നെയായിരുന്നു നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുള്ള ക്വസ്റ്റൻ ആയിരിക്കും. CGL ക്വസ്റ്റൻ ആണ്. ഹൃദയ ഓപ്പൺഡ് ഹെയർ പിഗ്ഗി ബാങ്ക് ആൻഡ് ഫൗണ്ട് കോയിൻസ് ഓഫ് ഡിനോമിനേഷൻ. ഇതെന്താണ്? കോയിൻസിന്റെ റേഷ്യോ, കോയിൻസിന്റെ പ്രോബ്ലം ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൺസെപ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഹൃദയ ഓപ്പൺഡ് ഹെയർ പിഗ്ഗി ബാങ്ക് ആൻഡ് ഫൗണ്ട് കോയിൻസ് ഓഫ് ഡിനോമിനേഷൻ ₹1, 2, 5 and 10 in the ratio 10:5:2:1. ഓക്കെ, ഇപ്പോൾ 1 രൂപയുടെ 10 യൂണിറ്റ് ഉണ്ടെങ്കിൽ 2 രൂപയുടെ 5 യൂണിറ്റ് ഉണ്ട്, 5 രൂപയുടെ 2 യൂണിറ്റ് ഉണ്ട്, 10 രൂപയുടെ 1 യൂണിറ്റ് ഉണ്ട്. ഇഫ് ദർ ആർ 72 കോയിൻസ് ഇൻ ഔട്ട്, ഇവിടെ എന്തുകൊണ്ട്? കോയിൻസിന്റെ ടോട്ടൽ സം വന്നു. വെരി ഈസി. ദെൻ ഹൗ മച്ച് മണി വാസ് ദർ ഇൻ ദ പിഗ്ഗി ബാങ്ക് ഇൻ ദ ഫോം ഓഫ് കോയിൻസ്? കോയിൻസിന്റെ ഫോമിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? എത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പേന എടുക്കാതെ ചെയ്യാൻ പറ്റത്തില്ല. ഇത് പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. കാര്യം നോക്ക്, വെച്ച് നോക്ക്. 10 5 15
2 17 1 18. അപ്പോൾ 18 യൂണിറ്റ് ആണ് നമുക്ക് റേഷ്യോയിൽ വരുന്നത്. ഇതെന്ന നമ്പറിന്റെ റേഷ്യോ. 18 യൂണിറ്റിന്റെ വാല്യൂ ആണ് വന്നിരിക്കുന്നത് എത്ര? 72. അപ്പോൾ 18 ഗുണം 4 ആണ് 72 എന്ന് അറിയാവുന്ന ഒരാൾക്ക് എല്ലാം എന്താണ്? എല്ലാത്തിൻ്റെയും ഒരു യൂണിറ്റ് 10 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ഗുണം 4 ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 18 ഗുണം 4 ആണ് 72. അപ്പം 4 ആണ് ഒരു യൂണിറ്റ്. ഇത് 40, ഇത് 20, എല്ലാത്തിനും എന്ത് ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒറിജിനൽ വാല്യൂ കിട്ടും. നമുക്ക് ചോദിക്കുന്നത് എന്താ? ഹൗ മച്ച് മണി വാസ് ദർ ഇൻ ദ പിഗ്ഗി ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഹൗ മച്ച് മണി എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ഹൗ മച്ച് മണി എന്ന് പറഞ്ഞാൽ ആദ്യം എത്ര ഉണ്ടായിരുന്നു? ₹1 റേഷ്യോയിലെ വാല്യൂ എത്ര വരും? ₹1 10 ആണ്. അപ്പോൾ 10 രൂപ. ₹2 5 പിന്നെ 10 രൂപ 20 ആയി. 5ന്റെ 2 5ന്റെ 2 10 30 ആയി. 10ന്റെ 1 40 ആയി. അപ്പോൾ 40 ആയിരുന്നു നമുക്ക് റേഷ്യോയിൽ കിട്ടുന്നത്. ഒറിജിനൽ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? റേഷ്യോയിൽ നിന്ന് ഒറിജിനലോട്ട് പോകണമെങ്കിൽ 40 ഗുണം 4 160. നമുക്ക് എന്ത് ചെയ്യാം? പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. ഇത് പെൻ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് പേന എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർ നിങ്ങളെ കൊണ്ട് ഹിന്ദിക്കാർ നോർത്ത് ഇന്ത്യക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതറിയാവുന്നവർ പേന എടുക്കാതെ ചെയ്തിട്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇത് പേന എടുക്കാതെ തന്നെ ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ. നിങ്ങൾ റെയിൽവേ ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത്? റേഷ്യോയിലെ വാല്യൂ കണ്ടുപിടിക്കും. ₹1 10 ഉണ്ടെങ്കിൽ 10 രൂപ. 2 5 ആണെങ്കിൽ അവിടെയും 10. 5 2 ആണെങ്കിൽ 10. 10 1 10. അങ്ങനെ 10 10 10 40. പക്ഷെ 40 യൂണിറ്റ് ആണോ? 40 യൂണിറ്റ് ആണ് നമുക്ക് വേണ്ടത് ടോട്ടൽ. അതാണ് വാട്ട് ഈസ് ദ ഹൗ മച്ച് മണി. ഇതാണ് ടോട്ടൽ മണി. ടോട്ടൽ മണി ഇൻ റേഷ്യോ. ടോട്ടൽ മണി ഇൻ റേഷ്യോ. റേഷ്യോയിലെ ടോട്ടൽ മണിയാണ് ഈ 40 എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് റേഷ്യോയിൽ എന്താ? there are 72 കോയിൻസ് എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ഥാനത്ത് 10 ഗുണം 4 ആണ്. 5ന്റെ സ്ഥാനത്ത് 5 ഗുണം 4 ആണ്. എല്ലാത്തിൻ്റെ എന്താണ്? 4 മടങ്ങ്. കാര്യം ഇവിടെ 18ന്റെ വാല്യൂ ആണ് തന്നേക്കുന്നത് 72. 18ന്റെ വാല്യൂ ആണ്. 18 യൂണിറ്റിന്റെ റേഷ്യോയിലെ 18 യൂണിറ്റ് ആണ് ഒറിജിനൽ തന്നിരിക്കുന്നത് എത്ര? 72. നമുക്ക് എന്ത് വേണം? 40ന്റെ വാല്യൂ വേണം. 40 ആണ് നമ്മുടെ ടോട്ടൽ മണി. അതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എത്ര വരും? 4 ഗുണം 40 160. അപ്പോൾ ഇങ്ങനെ എഴുതി ചെയ്യുന്നവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ആദ്യമായിട്ട് നിങ്ങൾ ഈ ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യുക? എഴുതി തന്നെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പേന എടുക്കാതെ ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തോളൂ. ഇങ്ങനെ എന്ത് ചെയ്യാം? ഡെയിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് കുറേ ടോപ്പിക്, ഡിഫറെൻറ്റ് ടോപ്പിക്. പിന്നെ റേഷ്യോ ആണെങ്കിൽ നാളെ നമുക്ക് പെർസെൻറ്റേജ് പഠിക്കാം, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കാം, ജോമെട്രി പഠിക്കാം, ട്രിഗ്നോമെട്രി, ഓൾജിബ്ര. അങ്ങനെ എന്ത് ചെയ്യാം? ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യാം? ഇതിലോട്ട് വരാം. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഡെയിലി ചെയ്തു പോകാം. അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മാക്സിമം മാത്രമായിട്ട് ക്ലാസ് ഉണ്ട്. നമ്മുടെ CGLന്റെ ലൈവ് ക്ലാസ് നമ്മുടെ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ എന്ത് ചെയ്യാം? ദിശ ഓൺലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, CGLന്റെ ബാച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം ഈ സമയം പിന്നെ തിരിച്ച് കിട്ടില്ല, അത് ഉറപ്പാണ്. സമയം എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് വിനിയോഗിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.